ശ്രീ വിനോദ് മാത്യു, നമുക്കറിയാം ഇഡിയുടെ ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കെതിരായ കേസിൽ 99% പ്രതിപക്ഷ നേതാക്കൾ മാത്രമാണ്. അത് പ്രതിപക്ഷ നേതാക്കൾ കേസെടുത്ത് BJP-യിലേക്ക് വന്നാൽ അവർ വൈറ്റ് വാഷ് അടിക്കപ്പെട്ട് ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചോട്ടെ. അവാസി പറഞ്ഞു പൂർത്തിയാവും. ഞാൻ വിനോദേ, 4 പേരും ഞാനും ആശ്മി. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ചോദിച്ചു ഞാൻ കോൺഗ്രസിന്റെ നേതാവിനോടുള്ള വളരെ സ്ട്രെയിറ്റ് ചോദ്യമാണ്. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളൊക്കെ ഇടപെട്ടതാ. ഞാൻ സംസാരിക്കാൻ സമ്മതിക്കില്ല. ഞാൻ സംസാരിച്ചോണ്ടിരിക്കും, അല്ലെ എന്റെ മൈക്ക് ഓഫ് ആക്കണം. നിങ്ങള് ഇവിടെ പറഞ്ഞു ഞങ്ങൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു കേരളത്തോട് പറയാൻ. ഞങ്ങൾ തുടർച്ചയായി സമരമെടുത്തു ആശ്മി. നിങ്ങളുടെ 24 ഉൾപ്പെടെ ഒരു ചാനലിൽ ഒരു ചാനലിൽ ഈ വാർത്ത നിങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. ഞങ്ങൾ തൃശ്ശൂർ കേന്ദ്രീകരിച്ചും അതിന് പുറത്തും ഒക്കെ ഈ വിഷയം ഉന്നയിച്ച് നിരവധിയായ നമ്മൾ 44 കോടി എന്ന് പറയുന്ന ഈ അതിഭീകരമായ മാനം കേരളത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് അറിയിച്ചില്ലെന്ന് ചോദ്യത്തിന് ഇപ്പോൾ മറുപടി ആയിട്ടില്ല. നിങ്ങൾ സമരം ചെയ്തില്ല, നിങ്ങൾ നിലപാടെടുത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. കുറ്റത്തെ കുറിച്ച് ഈ നാടിനോട് പറയാൻ അല്ല, ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ ഇടപെട്ടു. ഈ കോൺഗ്രസ്സുകാരുടെ ഭീകരമായ മാനം പോലീസ് കണ്ടെത്തിയ കാര്യം ഒരു കുഞ്ഞും പറഞ്ഞിട്ടില്ല. ഒറ്റ സമരം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സമരം ഇവർ നടത്തിയോ? നടത്തിയിട്ടില്ല. ഒരു കത്ത് നേരത്തെ പറഞ്ഞു ഈ സ്വർണം ഖുർആനിൽ കടത്തിയെന്ന് കള്ളം പറഞ്ഞ് ബെന്നി കേന്ദ്രത്തിന്. അതുപോലെ ഒരു കടലാസിൽ ഒരു കത്തയക്കാൻ ഇവരുടെ പ്രതിപക്ഷ നേതാവിന് സാധിച്ചു. പിന്നെ എന്തെങ്കിലും ബിജെപിയും വിഷയത്തിൽ മാറിപ്പോലെ. അല്ല വിനോദ് എന്റെ ചോദ്യം എന്താണ്? ശ്രമം നടത്തി താങ്കൾ പറഞ്ഞ പറയല്ലേ ശ്രീ വിനോദ്, താങ്കൾ പറയുന്നത് എന്താണ്? ഞാൻ ചോദിച്ചത് എന്താണ്? ഇഡിയുടെ രാഷ്ട്രീയ കേസുകളിൽ 99% പ്രതിപക്ഷ നേതാക്കളാണ്. ആ പ്രതിപക്ഷ നേതാക്കൾ തന്നെ കേസെടുത്തു കഴിഞ്ഞാൽ BJP-യിലേക്ക് വന്നാൽ അവർ വൈറ്റ് വാഷ് അടിക്കപ്പെട്ട് പരിശുദ്ധരാകുന്ന കാഴ്ചയും അവരുടെ കേസ് അന്തരീക്ഷത്തിലാവുകയും നമ്മൾ കാണുന്നുണ്ട്. പ്രതിപക്ഷത്തോട് മാത്രം അഫിനിറ്റിയുള്ള ഇഡി ഇവിടെ 44 കോടി 40 ലക്ഷം അല്ല 400 കോടി രാജ്യദ്രോഹ പണം വന്നു എന്ന് പറഞ്ഞ് ഇവിടെ വരുമെന്ന് വിചാരിക്കണോ? അതല്ലേ ശ്രീ KR ഹരിയുടെയും സുരേന്ദ്രന്റെയും കടുത്ത കോൺഫിഡൻസ്? ശ്രീ വിനോദ് മാത്യു, വസീഫിന്റെ ആത്മാർത്ഥ സത്യസന്ധമാണെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സത്യസന്ധതയും ജനങ്ങളോട് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഇന്നലെ ഗോവിന്ദ മാഷ് പറഞ്ഞ ഡയലോഗ് എന്താ അറിയാമോ? ആം ആദ്മി പാർട്ടി കോടതിയിൽ പോയിട്ടുണ്ടല്ലോ. എന്റെ സമയമാണ്. എന്ത് ചെയ്യാനാ ചെമ്പകം? എന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി. വിനോദ് ഈ കേസിൽ കക്ഷി ചേർന്ന ആളാണ്. അവർ ചെറിയ പാർട്ടിയാണെങ്കിലും വലിയ പാർട്ടിയാണെങ്കിലും കക്ഷി ചേർന്ന ആളാണെന്നേ. വസീഫ് എന്താണ് പറയട്ടെ. എന്തൊക്കെയാണ് വസീഫ്? വസീഫ് പ്രവോക്കഡ് ആവുന്ന കാര്യം മനസ്സിലാവുന്നില്ല. താങ്കൾ സമയത്ത് സംസാരിച്ചാണ്. വിനോദ് പറയട്ടെ, വിനോദ് പറഞ്ഞു പൂർത്തിയാകട്ടെ. ശരി, ഓക്കെ. ശരി. വസീഫ് ചർച്ചയുടെ അവസാന സമയം അലമ്പാക്കല്ലേ? പറയട്ടെ. നമ്മൾ അത് ചെയ്യണം താങ്കളെ പോലെ. വസീഫ്, ഇവിടെ താങ്കൾ പ്രതിസ്ഥാനത്തിന് ചർച്ചയല്ല വസീഫ്. ഇത് മാസപ്പടി ചർച്ചയല്ല. താങ്കൾ പ്രതിസ്ഥാനത്തുള്ള ചർച്ചയല്ല. ഇങ്ങനെ പ്രൊവോക്കഡ് ആവേണ്ട കാര്യമില്ല. ഇത് മാസപ്പടി ചർച്ചയല്ല. താങ്കൾ പ്രൊവോക്കഡ് ആവേണ്ട കാര്യമില്ലെന്നേ. കൂട്ടം കെട്ടിയ നായ്ക്ക് തീട്ടം പോലും കിട്ടൂല എന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്.
അതെത്ര ശരിയാ? വസീഫ്, ഞാൻ പറയുമ്പോൾ ബാക്കി. ഈ document ശരിക്കും താങ്കൾ ഡിഫെൻഡ് ചെയ്യേണ്ട ചർച്ചയല്ലെന്ന് ഇത്. അയാൾക്ക് മിണ്ടാതിരിക്കാൻ ഇത് നിങ്ങൾക്ക് പറയാൻ കാര്യമുണ്ട്. ഇത് നിങ്ങൾക്ക് പറയാൻ പോയിന്റ് ഉള്ളപ്പോൾ വസീഫ് ഇങ്ങനെ പ്രകോപിതനാവുന്ന എന്തിനാ? സാധാരണ മാസപ്പടി സമയത്തല്ലേ ഇങ്ങനെ പ്രകോപിതനാവുന്നത്? ഇത് വിഷയം CPM-നെതിരെ ചർച്ചയല്ല, BJP-ക്കെതിരെ ചർച്ചയാ. പ്രകോപിതനാവില്ലേ വസീഫെ? പറയുന്ന document ശരി, വിനോദോട്ടെ. ഇത് വിഷയം CPM-നെതിരെ ചർച്ചയല്ല, ഇത് BJP-ക്കെതിരെ ചർച്ചയാണ്, BJP-യുടെ കുഴപ്പത്തിനെതിരെ ചർച്ചയാണ്. താങ്കൾ പ്രകോപിതനാവില്ല. ഹരി ചിരിച്ചോണ്ടിരിക്കുക. ശരി, പറയട്ടെ. അവിടെ കേരള ഹരി ചിരിച്ചോണ്ടിരിക്കുക. വിനോദ്. ശരി, വിനോദ്. പ്ലീസ് അയാൾക്ക് മിണ്ടായിരിക്കാൻ പറയൂ ഹാഷ്മി. എന്റെ വസീഫ് എന്താ ഇത്? ഒരൊറ്റ അല്ല വസീഫ് എന്താ ഇത്? ചർച്ചയുടെ അവസാന നിമിഷം ആരെ കൂടി സംസാരിപ്പിക്കില്ലെന്ന് വസീഫ് എന്തിനാണ് തീരുമാനിക്കുന്നത്? ഞാനും പറയുന്നില്ല. അങ്ങനെ ഞാൻ ഓക്കെ, വിനോദ് പറയട്ടോ. ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു ഹാഷ്മി വിവരക്കേട് പറയല്ലേ വസീഫെ? ഉണ്ടായി പ്ലീസ്, പ്ലീസ്. ആര് വിആർഎന്റെ? ഏത് വിആർഎന്റെ? ശ്രീ വസീഫെ, താങ്കൾ CPM-ന്റെ പ്രതിനിധിയാ, BJP പ്രതിനിധി KR ഹരിയ. ശ്രീ വസീഫ്, താങ്കൾ CPM-ന്റെ പ്രതിനിധിയാ, BJP-യുടെ പ്രതിനിധിയല്ല. BJP-യുടെ പ്രതിനിധി KR ഹരിയാണ്. K. സുരേന്ദ്രൻ പറയുന്ന വിവരക്കേടുകൾ വസീഫ് ആവർത്തിക്കല്ലേ? വസീഫ് CPM-ന്റെ പ്രതിനിധിയാ, വസീഫ് BJP-യുടെ പ്രതിനിധിയല്ല. വസീഫ് പറയേണ്ടത് സുരേന്ദ്രന്റെ വർത്തമാനമല്ല. നിർത്ത്. സുരേന്ദ്രന്റെ വക്താവായി നിൽക്കല്ലേ വസീഫെ? സുരേന്ദ്രന്റെ വക്താവായി വസീഫ് ഒന്നിരിക്കല്ലേ? വസീഫ് CPM-ന്റെ പ്രതിനിധിയാ, വസീഫ് BJP-യുടെ പ്രതിനിധിയല്ല. PR ഏജന്റോ? എന്ത് PR ഏജന്റ്? സുരേന്ദ്രൻ പറഞ്ഞ് വിവരക്കേട് ആവർത്തിക്കുക. വസീഫ് വന്നിരുന്നു ഇവിടെ വസീഫ് വന്നിരുന്ന് ആവർത്തിക്കുക. സുരേന്ദ്രൻ പറഞ്ഞു ഉണ്ടല്ല അവിടെ വന്ന് ആവർത്തിക്കുക. വസീഫ് ഇവിടെ വന്നിരുന്നു. താങ്കൾ CPM-ന്റെ പ്രതിനിധിയാ, BJP പ്രതിനിധിയല്ല. ഓക്കെ. വസീഫ് DYFI-യുടെ നേതാവാണ്, യുവമോർച്ച നേതാവല്ല. സുരേന്ദ്രൻ പറയുന്ന വിവരക്കേട് ഇവിടെ ഒന്നും വിളമ്പുകയും വേണ്ട കേട്ടോ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.